ഈ രാജ്യത്തെ ചെറുപ്പക്കാർക്ക് 10 ലക്ഷം പേർക്ക് 1 കൊല്ലം തൊഴിൽ കൊടുക്കുന്ന പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചു. 1 കൊല്ലം 1 ലക്ഷം പേർക്കെങ്കിലും തൊഴിൽ കൊടുക്കുന്ന പുതിയ സംരംഭങ്ങൾ ഈ രാജ്യത്ത് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുന്ന സമീപനമാണ് രാജ്യത്തെ ഗവൺമെന്റ് സ്വീകരിച്ചത്. ആ ഗവൺമെന്റ് എങ്ങനെയാണ് ഈ രാജ്യത്തെ ചെറുപ്പക്കാരെ സംരക്ഷിക്കുന്നത്? ഇവിടെ പറഞ്ഞല്ലോ തീരം സംരക്ഷിക്കുന്ന കാര്യം, ബഹുമാനപ്പെട്ട സുഹൃത്ത് പറഞ്ഞു. അദ്ദേഹം മനസ്സിലാക്കേണ്ടത് രാജ്യത്തിന്റെ ഈ കടൽ തീരം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ്. മുൻകാലങ്ങളിൽ അങ്ങനെ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ആ നിലപാട് ചെയ്യുന്നില്ല. കേന്ദ്ര ഗവൺമെന്റ് അതിനുവേണ്ടി പണം മാറ്റി വെക്കുന്നില്ല. മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട പ്രശ്നം പറഞ്ഞു. മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് അത് അത്യന്തം ഞങ്ങളെല്ലാവരും പ്രതിഷേധിച്ചതാണ്. ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത സംഭവം തന്നെയാണ്. വലിയ പ്രതിഷേധം ഉയർത്തിയ സംഭവമാണ്. ഞങ്ങളെല്ലാവരും ആ സംഭവത്തെ വലിയ രൂപത്തിൽ തന്നെ അപലപിക്കുകയാണ്. 2 കാര്യം, യുവജനങ്ങൾക്ക് തൊഴിലൊന്നും കിട്ടില്ല എന്നാണ് പറയുന്നത്. കേന്ദ്ര സർക്കാർ തൊഴിൽ കൊടുത്തില്ല. പിന്നെ വയനാട്ട് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ തൊഴിൽ ഉള്ള സംസ്ഥാനം കേരളമാണ്. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ തൊഴിലരഹിതരുള്ള സംസ്ഥാനം കേരളമാണ്. ആ കേരളത്തിൽ കാലം അത്രയും കഴിഞ്ഞ 7 പതിറ്റാണ്ട് കാലം മാറി മാറി ഭരിച്ച ആളുകൾ ഈ 2 മുന്നണികളാണ്. ഈ രാജ്യത്തെ യുവജനങ്ങളോട് പ്രതിബദ്ധതയോട് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഈ രാജ്യത്ത് തുടർച്ചയായി 3ാം തവണ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. എത്രയോ പുതിയ തൊഴിലവസരങ്ങൾ, എത്രയോ പുതിയ കമ്പനികൾ ഈ രാജ്യത്ത് ഓരോ സംസ്ഥാനങ്ങൾ വരുന്നു. ഈ കേരളം വിട്ടാൽ, മഞ്ചേശ്വരം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പാലക്കാട് കഴിഞ്ഞാൽ എത്രയെത്രയോ പുതിയ തൊഴിൽ സംരംഭങ്ങൾ, പുതിയ തൊഴിൽ സ്ഥാപനങ്ങൾ, വ്യവസായ സ്ഥാപനങ്ങൾ ഈ രാജ്യത്ത് ആരംഭിക്കുന്നു. എന്തുകൊണ്ട് കേരളത്തിൽ ഇത്തരം സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടി കഴിയുന്നില്ല? അവിടെയാണ് ഈ ആളുകൾക്ക് വേണ്ടത്ര ജനങ്ങളോടുള്ള ഒരു പരിഗണനയും ഇല്ലാത്തൊരു സമീപനം സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഈ തൊഴിൽരഹിതരായിട്ടുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ പറയുന്നത് കണക്കുകൾ തിരിച്ച് പറയാൻ കഴിയും, ഏറ്റവും കൂടുതൽ തൊഴിൽരഹിതരുള്ളത് കേരളത്തിലാണ്. രണ്ടാമത്തെ കാര്യം, ആരോഗ്യ മേഖലയുടെ വലിയ നേട്ടത്തെക്കുറിച്ചൊക്കെ പ്രിയപ്പെട്ട അജ്മൽ സൂചിപ്പിച്ചല്ലോ. ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ശ്രീ JP നഡ്ഡ നേരത്തെ കേന്ദ്ര ആരോഗ്യ വകുപ്പിന് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ, അന്ന് KC വേണുഗോപാൽ ആദ്യം നേരത്തെ MP ആയിരുന്ന കാലഘട്ടത്തിലാണ് 154 കോടി രൂപ, അല്ലേ സാറേ, 154 കോടി രൂപ JP നഡ്ഡ കേന്ദ്രമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ വെച്ചിട്ടാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഈ കെട്ടിടത്തിന് പണി പൂർത്തീകരിക്കപ്പെട്ടത്. ഇവിടെ ഇപ്പോൾ അദ്ദേഹം വിട്ടുപോലായിരിക്കും. ഒരു വലിയ കെട്ടിടത്തിന് പണി ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെയാണ് കരുമാടിയിൽ ആയുർവേദ ആശുപത്രി, 5 കോടി രൂപ. HSLM വലിയ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട്. ഫണ്ട് ഇവിടുന്ന കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന് കീഴിൽ കേന്ദ്ര ആയുർവേദ വകുപ്പിന് മന്ത്രി ശ്രീമാൻ ശ്രീപദ് യശോ നായകിൻ്റെ മന്ത്രാലയം അനുവദിച്ച പണം കൊണ്ട് ഈ കേരളത്തിലെ മുഴുവൻ അല്ലെങ്കിൽ ഈ രാജ്യത്തെ മുഴുവൻ ആയുർവേദ ആശുപത്രികളുടെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് 5 കോടി രൂപ ഉപയോഗിച്ച് ഇവിടെ കരുമാടിയിൽ ആശുപത്രി കെട്ടിടം പണി ആരംഭിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തകഴിയിൽ, എൻ്റെ നാട്ടിൽ, എൻ്റെ വീടിനടുത്ത് 55 ലക്ഷം രൂപ കൊടുത്ത് ഒരു ആയുർവേദ ആശുപത്രി പണിതു. തകഴിയിൽ ഈ ഇവർ പറയുന്ന വീണ ജോർജ് വന്ന് ഉദ്ഘാടനം ചെയ്ത ഒരു ഗവൺമെൻറ് ആശുപത്രിയുണ്ട്. 3 കോടി രൂപ കൊടുത്ത് കേന്ദ്ര ആരോഗ്യ ദൗത്യം പരിപാടിയുടെ ഭാഗമായി കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രാലയം കൊടുത്ത് ഈ രാജ്യത്ത് ഈ കേരളത്തിൽ നടക്കുന്ന ആരോഗ്യ മേഖല നടക്കുന്ന വികസനത്തിൽ ഒട്ടേറെ പണം കൊടുക്കുന്നത് NHM എന്ന് പറയുന്ന ദേശീയ സർക്കാരിൻ്റെ ആരോഗ്യ ദൗത്യം പരിപാടി പ്രകാരമാണ്. അക്കാര്യത്തിൽ ഒരു രാഷ്ട്രീയ വേദനവും കേരളത്തോട് കാണിക്കുന്നില്ല. ആ കേരളത്തെ ഈ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ പരിഗണന കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം വയനാടിനെ കുറിച്ച് പറഞ്ഞത്. വിട്ടുപോയതല്ല, വയനാടിനെ കുറിച്ച് പറഞ്ഞു. വയനാട്ടിലെ ജനങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സമീപനം തന്നെയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. പ്രിയപ്പെട്ട അജ്മൽ, നിങ്ങൾ ഇന്നലത്തെയോ മിനിങ്ങാലത്തെയോ കേരളകൗമുദി പത്രമെടുത്ത് വായിച്ചു നോക്കിക്കോളൂ. 521 കോടി രൂപ ഈ മാർച്ച് മാസത്തിലെ ആദ്യത്തെ ആഴ്ച കേന്ദ്ര സർക്കാർ കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ കൊടുത്തു. എന്തുകൊണ്ടാണ്? അതിന് മുമ്പേ കൊടുത്തിട്ടുണ്ട്. 2025 ഡിസംബർ മാസത്തിലും നവംബർ മാസത്തിലും പണം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ വയനാട്ടിൽ ചെന്ന് മാർച്ച് മാസം 1-ാം തീയതി ടൗൺഷിപ്പിൻ്റെ ഉദ്ഘാടനം പൂർത്തീകരിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞ നിർദ്ദേശം പാലിച്ചെന്നാൽ മാർച്ച് 31 മുമ്പ് നിർമ്മാണം പൂർത്തീകരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് അനുവദിക്കപ്പെട്ട പണം മുഴുവൻ കൊടുക്കുമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ 526 കോടി രൂപ ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇന്നലത്തെ കേരളകൗമുദി പത്രം വായിച്ചു നോക്കിക്കോളൂ.